ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഗോപി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ ഇത് അടിപൊളിയാട്ടോ. അപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്കൊരു കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചെറുതായി പോകരുത്, മീഡിയം സൈസിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ചെറുതായി കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു സൈസിലാണ് കേട്ടോ അത് കട്ട് ചെയ്യാൻ. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചൂടുവെള്ളത്തിലൊരു 2 to 3 minutes കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ മാരിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോളിഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഗോബി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്യാം. ഇത് ഞാനിവിടെ 2 ബാച്ചായിട്ടാ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഇനി ഒരു പാനിൽ കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും 1 ഉള്ളിയും 4 പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വാടി വന്നാൽ ഇതിലേക്ക് 1/2 ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വാട്ടിയെടുക്കാം. ഇനി ഒരു സോസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ വാടി വന്നിട്ടുള്ള ഉള്ളിയിലേക്ക് നമുക്ക് ഈ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഗ്രേവി ഒന്ന് തിക്കറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി തിക്കായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗോപിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കയ്യിൽ സെസമി സീഡ്സ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ചൂടോടെ കഴിക്കണം കേട്ടോ. ചപ്പാത്തിനെല്ലാം കൂടെ കഴിക്കാനും അടിപൊളി. ഇത് ഈവനിങ് സ്നാക്കായിട്ട് വൈകുന്നേരം എല്ലാം കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.